എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ചാപ്റ്റർ 3 ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് പീരിയോഡിസിറ്റീസ് ഇൻ പ്രോപ്പർട്ടീസ് എന്ന കെമിസ്ട്രിയുടെ മൂന്നാമത്തെ ചാപ്റ്ററാണ് +1-കാരുടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് ഇനോർഗാനിക് സെക്ഷനിൽ വരുന്ന ചാപ്റ്ററാണ്. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. അപ്പോൾ ഈ ചാപ്റ്റർ നല്ല വൃത്തിയായിട്ട് പഠിക്കണം. നമുക്കപ്പം ഈ ചാപ്റ്ററിലേക്ക് പോകാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തുടർന്ന് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് പീരിയോഡിസിറ്റീസ് ഇൻ പ്രോപ്പർട്ടീസ് വളരെ എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ എലമെൻറ്റ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നതെന്നൊക്കെ ആദ്യം NCERT നമ്മളോട് ചോദിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് എലമെൻറ്റ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്? ഓരോ എലമെൻറ്റ്സിൻ്റെയും പർട്ടിക്കുലർ പ്രോപ്പർട്ടീസ് വളരെ വ്യക്തമായി അറിയാൻ വേണ്ടിയിട്ടും കുറച്ച് ട്രെൻഡുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ എലമെൻറ്റ്സിനെ ക്ലാസിഫൈ ചെയ്യേണ്ട ആവശ്യം. ഇനി പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ, ആദ്യമായിട്ട് എലമെൻറ്റ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ട്രയാഡ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ്. ഓക്കെ, അപ്പോൾ 1800 ആ ഒരു കാലഘട്ടത്താണ്, 1829 ആ ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു ട്രയാഡ് എന്ന ഒരു എലമെൻറ്റ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ടായത്. അത് ഡൊബൈറൈനർ എന്ന സയൻറ്റിസ്റ്റാണ് പുട്ട് ഫോർവേഡ് ചെയ്തത്, അത് തുടങ്ങിയത്, അത് സ്റ്റാർട്ട് ചെയ്തത്, അത് കൊണ്ടുവന്നത്. അപ്പോൾ ഡൊബൈറൈനസ് ട്രയാഡ് എന്നറിയപ്പെട്ടു. ഡൊബൈറൈനസ് ട്രയാഡ് എന്നത് ട്രൈ എന്നാൽ 3 അപ്പം 3 എലമെൻറ്റ്സ് വെച്ചിട്ടുള്ള ഓരോ 3 ട്രിപ്ലറ്റായിട്ടാണ് ഇത് ഇരിക്കണത്. അപ്പോൾ ഈ ട്രിപ്ലറ്റിനൊരു പ്രത്യേകതയുണ്ട്. മിഡിൽ എലമെൻറ്റ് ട്രിപ്ലറ്റ്, ആ 3 എലമെൻറ്റിൽ മിഡിലിൽ വരുന്ന എലമെൻറ്റിൻ്റെ അറ്റോമിക് മാസ് എന്നത് ബാക്കിയുള്ളതിൻ്റെ അരിത്തമെറ്റിക് മീൻ ആയിരിക്കും. ദി അറ്റോമിക് വെയ്റ്റ് ഓഫ് മിഡിൽ എലമെൻറ്റ് ഈസ് ദി അരിത്തമെറ്റിക് മീൻ ഓഫ് അതർ 2 എന്ന് പറയുന്ന അതായിരുന്നു ഡൊബൈറൈനർ ട്രയാഡിൻ്റെ പ്രത്യേകത. ഇൻ ഈച്ച് കേസ് he noticed that the middle element of each of the triad has atomic weight about half way between the atomic weights of the other 2. അതർ 2ൻ്റെ അരിത്തമെറ്റിക് മീൻ അല്ലെങ്കിൽ അതിൻ്റെ അറ്റോമിക് വെയ്റ്റ്സ് കൂട്ടിയിട്ട് ഡിവൈഡ് ചെയ്യുമ്പം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം നമുക്ക് മിഡിൽ എലമെൻറ്റിൻ്റെ അറ്റോമിക് വെയ്റ്റ് കിട്ടും എന്നതായിരുന്നു ഡൊബൈറൈനസ് ട്രയാഡിൻ്റെ ആദ്യത്തെ എലമെൻറ്റ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഇതായിരുന്നു ആദ്യത്തേതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്, ലോ ഓഫ് ട്രയാഡ്. അപ്പം ഇദ്ദേഹം 3 എലമെൻറ്റ്സ് വെച്ചിട്ടുള്ള പെയറാണ് കൊണ്ടുവന്നത്. ആ പെയറുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ പെയർ എന്നത് ലിഥിയം സോഡിയം പൊട്ടാസ്യമാണ്. സോഡിയത്തിൻ്റെ അറ്റോമിക് വെയ്റ്റ് എന്നത് ലിഥിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും കൂട്ടിയിട്ട് അതിൻ്റെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. അടുത്ത പെയർ കാൽസ്യം സ്ട്രോൺഷ്യം ബേരിയാണ്. സ്ട്രോൺഷ്യത്തിൻ്റെ അറ്റോമിക് വെയ്റ്റ് ഇതിൻ്റെയും കൂടെ പകുതിയായിരിക്കും, കൂട്ടിയിട്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടും, മീനായിരിക്കും. അടുത്ത ക്ലോറിൻ ബ്രോമിൻ അയഡിൻ. ബ്രോമിൻ്റെ 80 എന്ന വാല്യൂ നമുക്ക് അയഡിൻ്റെയും ക്ലോറിൻ്റെയും കൂടെ അറ്റോമിക് വെയ്റ്റ് കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടും. അപ്പം ഈ പെയറുകളും പഠിച്ചു വെക്കുക. രണ്ടാമതായിട്ട് നമുക്ക് പോകേണ്ടത് ലോ ഓഫ് ഒക്ടേവ്സ് എന്ന കാര്യത്തിലേക്കാണ്. ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ് എന്നതാണ്. ഇങ്ങനെയാണ് ഇത് പറയുന്നത്, ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ്. ന്യൂലാൻഡ്സ് എന്ന സയൻറ്റിസ്റ്റ് 1865 കൊണ്ടുവന്നതാണ് ലോ ഓഫ് ഒക്ടേവ്സ്. ലോ ഓഫ് ഒക്ടേവ്സ് എന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, 7th നോട്ട് ഓഫ് ആൻ ഒക്ടേവ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. സ രി ഗ മ പ ദ നി സ. സ രി ഗ മ പ ദ നി സ. അതായത് 7 ഒരേപോലെ 7 ഡിഫറെൻ്റ് ആയിട്ട് വന്നിട്ട് 8ാമത്തത് റിപ്പീറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് ലോ ഓഫ് ഒക്ടേവ്സും. ലോ ഓഫ് ഒക്ടേവ്സിൽ ന്യൂലാൻഡ്സ് എലമെൻറ്റ്സിനെ അറേഞ്ച് ചെയ്തു. അപ്പോൾ അറേഞ്ച് ചെയ്തിട്ട് മനസ്സിലായി, ആദ്യത്തെ 7 കഴിഞ്ഞിട്ട് 8ാമത് വരുന്ന എലമെൻറ്റ് 1ാമത്തെ ആളിനോട് സിമിലർ പ്രോപ്പർട്ടീസ് കാണിക്കുന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് 7th നോട്ട് ഓഫ് ആൻ ഒക്ടേവ്സ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പം he arranged the elements in increasing order of their atomic weight and note that every 8th element had property similar to the first element. ആദ്യത്തെ 7 എലമെൻറ്റ് കഴിഞ്ഞിട്ട് 8ാമത് വരുന്ന എലമെൻറ്റ് 1ാമത്തെ എലമെൻറ്റിൻ്റെ പ്രോപ്പർട്ടീസ് കാണിക്കുന്നു. ഓക്കെ, അപ്പം അതായിരുന്നു അടുത്ത അറ്റംപ്റ്റ്, ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതിങ്ങനെയാണ്, he arranged the elements in the increasing order of their atomic weight. Then notice that every 8th element had the properties
സിമിലർ ടു ദി ഫസ്റ്റ് എലമെൻറ്റ്. അപ്പോൾ അതായിരുന്നു ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ്. ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സിൻ്റെ ടേബിൾ ഉണ്ട് ആൻഡ് അറ്റോമിക് എലമെൻറ്റ് സോഡിയം. ഇവിടെ നമ്മൾ ആദ്യത്തെ ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ. അത് കഴിഞ്ഞിട്ട് 8th വരുന്ന സോഡിയമാണ്. സോഡിയം ലിഥിയത്തിൻ്റെ പ്രോപ്പർട്ടീസ് കൂടി കാണിക്കുന്നു. ഇനി മഗ്നീഷ്യം ബെറിലിയത്തിൻ്റെ പ്രോപ്പർട്ടീസ് കൂടെ കാണിക്കുന്നു. അങ്ങനെയാണ് ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ്. ന്യൂലാൻഡ്സ് ഒക്ടേവ്സ് പുള്ളീൻ്റെ ടേബിൾ ഇതാണ്. അപ്പം ഇതും കൂടെ ഒന്ന് നോക്കിയേക്കാം. അടുത്തതായിട്ട് നമുക്ക് മെൻ്റലീവിൻ്റെ ക്ലാസിഫിക്കേഷനിലേക്കാണ് പോകേണ്ടത്. നമുക്ക് ഒരു എനിഷ്യൻ്റ് മോഡൽ ഓഫ് പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു പീരിയോഡിക് ടേബിൾ എന്ന ഒരു രീതിയിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്നത് മെൻ്റലീവിൻ്റെ പീരിയോഡിക് ടേബിളാണ്. മെൻ്റലീവ് എങ്ങനെയാണ് പീരിയോഡിക് ടേബിളിൽ എലമെൻസിനെ അറേഞ്ച് ചെയ്തതെന്ന് വെച്ചാൽ ഓൺ ദി ബേസിസ് ഓഫ് ദെയർ അറ്റോമിക് വെയ്റ്റ് എന്നതാണ്. അതുകൊണ്ട് തന്നെ മെൻ്റലീവിൻ്റെ പീരിയോഡിക് ലോ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ദി പ്രോപ്പർട്ടീസ് ഓഫ് ദി എലമെൻറ്റ്സ് ആർ ദി പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് വെയ്റ്റ് എന്നതാണ്. അറ്റോമിക് വെയ്റ്റിൻ്റെ ബേസിസിലാണ് ഈ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. മെൻ്റലീവ് അറേഞ്ച്ഡ് എലമെൻറ്റ്സ് ഇൻ horizontal rows and vertical columns of a table in order to increase atomic weight in such a way that the elements with similar properties occupied in the same vertical column or group എന്നാണ് പറയുന്നത്. അപ്പം അദ്ദേഹം അറ്റോമിക് വെയ്റ്റിൻ്റെ ബേസിസിൽ എലമെൻസിനെ അറേഞ്ച് ചെയ്തു, ഗ്രൂപ്പും പീരീഡും ആക്കിയിട്ട് സെയിം പ്രോപ്പർട്ടീസ് വരുന്ന എലമെൻറ്റ്സ് ഗ്രൂപ്പിൽ കണ്ടു എന്നതാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് മെൻ്റലീവിൻ്റെ എനിഷ്യൻ്റ് മോഡൽ ഓഫ് പീരിയോഡിക് ടേബിൾ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി മെൻ്റലീവിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. മെൻ്റലീവ് അറ്റോമിക് വെയ്റ്റ് ആയിരുന്നു സ്ട്രിക്റ്റായിട്ടോ ഫോളോ ചെയ്തിരുന്നത് ഇതിൻ്റെ ബേസിക്. അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി അറ്റോമിക് വെയ്റ്റ് കൊണ്ടിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല എന്ന്. അദ്ദേഹം പല പല കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അതൊക്കെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതായത് അയഡിനെ പിടിച്ചിട്ട് നമ്മുടെ അയഡിൻ വിത്ത് ലോവർ അറ്റോമിക് വെയ്റ്റ് ദാറ്റ് ഓഫ് ടെലൂറിയം വാസ് പ്ലേസ്ഡ് ഇൻ അലോങ് വിത്ത് ഫ്ലോറിൻ്റെ ക്ലോറിൻ്റെ ഒക്കെ കൊണ്ടിട്ടു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അതേപോലെ മെൻ്റലീവ് കുറച്ച് എലമെൻറ്റ്സ് അൺഡിസ്കവേർഡ് ആയിട്ടുള്ള എലമെൻറ്റ്സിന് വേണ്ടിയിട്ട് സ്പേസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് അണ്ടർലൈൻ ചെയ്തേക്കുന്നുണ്ടോ, ഹി ലെഫ്റ്റ് ഗ്യാപ്പ് ഇൻ ദി പീരിയോഡിക് ടേബിൾ. ഫോർ എക്സാമ്പിൾ ബോത്ത് ഗാലിയം ആൻഡ് ജെർമേനിയം. ഈ ഗാലിയവും ജെർമേനിയവും അന്ന് ഡിസ്കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് വെച്ച് ഇന്ന സ്ഥലത്ത് ഗാലിയവും ജെർമേനിയവും ഉണ്ടാവും. അതിന് അദ്ദേഹം ബോറോൺ അലൂമിനിയം ഗാലിയം എന്നല്ലേ പറയുന്നത്. അപ്പം എക്ക അലൂമിനിയം എന്ന് വിളിച്ചു. അലൂമിനിയത്തിൻ്റെ താഴെ വരും എന്നുള്ള രീതിയിൽ. ഇനി ജെർമേനിയത്തിന് സിലിക്കണിൻ്റെ താഴെ വരും. കാർബൺ, സിലിക്കൺ, ജെർമേനിയം എന്നല്ലേ ഗ്രൂപ്പിൽ പറയുന്നത്. അപ്പം എക്ക സിലിക്കൺ എന്ന് വിളിച്ചു. അങ്ങനെ എക്ക അലൂമിനിയം, എക്ക സിലിക്കൺ എന്നിങ്ങനെ 2 ഗ്യാപ്പ് അദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിളിൽ വേക്കൻ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിൽക്കാലത്ത് അത് കണ്ടുപിടിക്കുകയുണ്ടായി. അത് എക്ക അലൂമിനിയം എന്നത് ഗാലിയം എന്നും എക്ക സിലിക്കൺ എന്നത് അലൂമിനിയം ആയിട്ടും ജെർമേനിയം ആയിട്ടും നമ്മൾ കണക്കാക്കി. അപ്പോൾ അതും പുള്ളീൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രത്യേകതയാണ്, നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്. ഇനി നമുക്ക് പുള്ളീൻ്റെ ഇതാണ് മെൻ്റലീവിൻ്റെ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഇതിൽ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ എലമെൻറ്റ്സ് ഒക്കെ മിക്സഡ് ആയിട്ടാണ് കിടക്കുന്നത് മോഡേൺ പീരിയോഡിക് ടേബിൾ വെച്ച് കമ്പയർ ചെയ്യുമ്പം. എന്തായാലും ഇവിടെ 0 ഗ്രൂപ്പിൽ വരുന്നത് ഹാലജൻസ് ആണ് എന്നതൊരു പ്രത്യേകതയാണ്. ഹീലിയം, ആർഗോൺ, ക്രിപ്റ്റോൺ, സെനോൺ. പിന്നെ 1-2 റോമൻ ന്യൂമറൽസിൽ വരുന്നത് നോർമലി ഉള്ള ഒന്നാമത്തെ ഗ്രൂപ്പ് 2ാമത്തെ ഗ്രൂപ്പ് തന്നെയാണ്. പിന്നെ 3, 4, 5 അതിലൊക്കെ ബോറോൺ, കാർബൺ, നൈട്രജൻ അങ്ങനെ പോകുന്നു, ഫ്ലോറിൻ. പിന്നെ കുറേ എലമെൻസിനെ ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8 പ്ലേസ് ചെയ്തിരിക്കുന്നു എന്ന് നമുക്ക് കാണാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ടതുമാണ്. ജസ്റ്റ് ഒന്ന് ട്രെൻഡുകൾ നോക്കിക്കോളൂ. അപ്പോൾ അത് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഉപകരിക്കും. അടുത്തതായിട്ടാണ് മോഡേൺ പീരിയോഡിക് ലോ എന്ന ലോ പുട്ട് ഫോർവേഡ് ചെയ്തത്. പുട്ട് ഫോർവേഡ് എന്ന് ഇപ്പോൾ കുറേ പ്രാവശ്യം കൊണ്ട് പറയുന്നുണ്ട്. മോഡേൺ പീരിയോഡിക് ലോ എന്നത് പിന്നെയാണ് കൊണ്ടുവന്നത്. അത് കൊണ്ടുവന്നത് സയൻറ്റിസ്റ്റ് ഹെൻറി മോസ്ലിയാണ്. അദ്ദേഹമാണ് മോഡേൺ പീരിയോഡിക് ടേബിളിൻ്റെ ഫാദർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചാൽ, ഹെൻറി മോസ്ലി എന്ന സയൻറ്റിസ്റ്റ് ഇവിടെ വന്നിട്ട് എക്സ്റേ സ്പെക്ട്ര
ഓഫ് എലമെൻറ്റ്സ് സ്റ്റഡി ചെയ്തു. എന്താണ് എക്സ്റേ സ്പെക്ട്ര ഓഫ് എലമെൻറ്റ്സ്? എക്സ്റേ സ്പെക്ട്ര ഓഫ് എലമെൻറ്റ്സ് സ്റ്റഡി ചെയ്തിട്ട് അദ്ദേഹം ഒരു ഗ്രാഫ് ഉണ്ടാക്കി. അതായത് ഫ്രീക്വൻസി ഓഫ് എക്സ്റേ എമിറ്റഡ് √ν എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രീക്വൻസിയും അറ്റോമിക് നമ്പറും തമ്മിൽ ഒരു ഗ്രാഫ് ഉണ്ടാക്കി. എന്തൊക്കെ തമ്മിൽ? ഫ്രീക്വൻസിയും അറ്റോമിക് നമ്പറും. അപ്പോൾ ആ ഗ്രാഫ് നമുക്കൊരു സ്ട്രൈറ്റ് ലൈൻ കിട്ടി. അപ്പം അദ്ദേഹം മനസ്സിലാക്കിയൊരു കാര്യം ഇന്നതാണ്: അറ്റോമിക് വെയ്റ്റിനേക്കാളും മോർ പർട്ടിക്കുലർ ആയിട്ടുള്ള ഫീച്ചർ അറ്റോമിക് നമ്പർ എടുത്താൽ നമുക്ക് ഒരു പീരിയോഡിക് ട്രെൻഡ്സ് നമുക്ക് ഉൾപ്പെടുത്തി ടേബിൾ തയ്യാറാക്കാൻ പറ്റുമെന്നതാണ്. പീരിയോഡിക് എന്ന വാക്കിൻ്റെ അർത്ഥം റെഗുലർ ഇൻ്റർവെൽസിൽ റിപ്പീറ്റ് ചെയ്യുന്ന എന്തോ ഒന്ന് എന്നതാണ്. അത് പല രീതിയിൽ പറയാം. അറ്റോമിക് സൈസിൻ്റെ ബേസിസിൽ പറയാം, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ ബേസിൽ പറയാം, അതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ പറയാം, ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ പറയാം, അയണൈസേഷൻ, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ഈ പീരിയോഡിക് എന്ന വാക്ക് ഉപയോഗിക്കാം. അപ്പം അറ്റോമിക് നമ്പറാണ് അറ്റോമിക് വെയ്റ്റിനേക്കാളും പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ മോഡേൺ പീരിയോഡിക് ലോ എന്നറിയപ്പെടുന്നത് ഹെൻറി മോസ്ലിൻ്റെ പീരിയോഡിക് ലോ ആണ്. അത് പഠിക്കേണ്ടതായിട്ടുണ്ട്. ദി ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദി എലമെൻറ്റ്സ് ആർ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് നമ്പർ. നേരത്തെ അറ്റോമിക് വെയ്റ്റിൻ്റെ ബേസിലായിരുന്നു മെൻ്റലീവ് ക്ലാസിഫൈ ചെയ്തത്. ഇവിടെ അറ്റോമിക് നമ്പറിൻ്റെ ബേസിലാണ്. പീരിയോഡിക് ഫങ്ഷൻസ് the physical and the chemical properties of the elements are the periodic functions of their atomic number. അപ്പോൾ അതിൽ നിന്നും അദ്ദേഹം ഗ്രൂപ്പും പീരിയോഡും ഒക്കെ ഡിഫൈൻ ചെയ്തു. മോഡേൺ വെർഷൻ സോ കാൾഡ് ലോങ് ഫോം ഓഫ് പീരിയോഡിക് ടേബിൾ. ലോങ് ഫോം ഓഫ് പീരിയോഡിക് ടേബിൾ എന്നത് ഹെൻറി മോസ്ലിൻ്റെ പീരിയോഡിക് ടേബിൾ ആണ്. ഹൊറിസോണ്ടൽ റോസ് വിച്ച് മെൻ്റലീസ് കാൾഡ് സീരീസ് എന്ന് വിളിച്ചു, ആർ കാൾഡ് പീരീഡ്സ്. ആൻഡ് വെർട്ടിക്കൽ കോളംസിനെ ഗ്രൂപ്പ്സ് എന്ന് വിളിച്ചു. എലമെൻറ്റ്സ് വിത്ത് ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, സിമിലർ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നതിനെ ഒരേ വെർട്ടിക്കൽ കോളത്തിൽ വെച്ചു. അതിനെ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഫാമിലീസ് എന്ന് അദ്ദേഹം വിളിച്ചു. അതുപോലെ തന്നെ നമ്മളിതിന് മുമ്പിട്ട് മെൻ്റലീവിൻ്റെ പീരിയോഡിക് ടേബിൾ കണ്ടപ്പം അതിനകത്ത് റോമൻ ന്യൂമറൽസ് വെച്ചിട്ടായിരുന്നു എലമെൻസിനെ ഗ്രൂപ്പുകളാക്കി പ്ലേസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ IUPACൻ്റെ അതായത് ഇൻ്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രീൻ്റെ റെക്കമെൻഡേഷൻ വെച്ചിട്ട് ആ റോമൻ ന്യൂമറൽസ് എടുത്ത് മാറ്റിയിട്ട് അവിടെ 1 മുതൽ 1 to 18 എന്ന ഒരു ഡിജിറ്റ് നമ്മൾ അതിന് വേണ്ടിയിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. അങ്ങനെ 7 പീരീഡും 18 ഗ്രൂപ്പുമുള്ള ആ ഒരു മോഡേൺ പീരിയോഡിക് ടേബിൾ നമുക്ക് നമ്മുടെ കയ്യിലേക്ക് വന്നു. ആ മോഡേൺ പീരിയോഡിക് ടേബിളാണ് ഈ കാണുന്നത്. എന്തൊരു ഭംഗിയുള്ള പീരിയോഡിക് ടേബിളാണെന്ന് നോക്കിയേ. പീരിയോഡിക് ടേബിളിന് 18 ഗ്രൂപ്പും ഏകദേശം 7 പീരീഡ് ഉണ്ട്. അപ്പോൾ എന്താണ് ഈ രണ്ടെണ്ണം? ഈ 6ലും 7ലും ഉൾപ്പെടുത്താൻ കഴിയാതെ പോയ ഇവിടെ കുറച്ച് ആളുകൾ മിക്സിങ് ആണ്. ആ മിസ്സിങ് ആയിട്ടുള്ള ആൾക്കാരാണിത്. സെയിം കളറല്ലേ. അടുത്തത് ഇവിടെ മിസ്സിങ് ആയിട്ടുള്ള കുറച്ച് പേരുണ്ട്. ആ മിസ്സിങ് ആയിട്ടുള്ള ആൾക്കാരാണിത്, ലാന്തനോയിഡ്സ്, ആക്ടിനോയിഡ്സ്. അപ്പോൾ ആ ഒരു കോംപ്ലിക്കേഷൻ, ആ ഒരു കൺഫ്യൂഷൻ നമ്മൾ അവോയ്ഡ് ചെയ്യുക. 18 ഗ്രൂപ്പ്, 7 പീരീഡ്. ഓരോ ഗ്രൂപ്പ്, ഇത് ഫസ്റ്റ് ഗ്രൂപ്പ് ആൽക്കലി മെറ്റൽസ് എന്ന് വിളിക്കും, ഇത് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് വിളിക്കും. ഇതിനെ ട്രാൻസിഷൻ എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്നൊക്കെ വിളിക്കും. ഇതിന് താഴേക്ക് ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ് അല്ലെങ്കിൽ എഫ് ബ്ലോക്ക് എലമെൻറ്റ്സും വരുന്നുണ്ട്. അതാണ് ആഫ്റ്റർ ലന്താനോ ആഫ്റ്റർ ആക്ടീനിയവും. അതാണ് താഴെ കൊടുത്തിരിക്കുന്നത് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ്. ഇനി ഇത് പി ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. ഇവിടെ നോൺ മെറ്റൽസും ഒക്കെ ഉണ്ട്, മെറ്റലോയിഡ്സ് ഉൾപ്പെടെയുണ്ട്. ബോറോൺ ഫാമിലി 13, കാർബൺ ഫാമിലി 14, നൈട്രജൻ ഫാമിലി 15, ഓക്സിജൻ ഫാമിലി 16, ഫ്ലൂറിൻ ഫാമിലി അല്ലെങ്കിൽ ഹാലജൻസ് എന്ന് പറയും. നൈട്രജൻ ഫാമിലിയെ നിക്കോജൻസ് എന്ന് പറയും. ഇതിന് ഇനേർട്ട് ഗ്യാസ് അല്ലെങ്കിൽ നോബിൾ ഗ്യാസ് എന്നൊക്കെ പറയും. അപ്പോൾ ഇത്രയൊക്കെയാണ് മോഡേൺ പീരിയോഡിക് ടേബിൾ. മോഡേൺ പീരിയോഡിക് ടേബിളിൽ നമ്മുടെ ഈ ടെക്സ്റ്റിൽ 118 എലമെൻറ്റ് ഡിസ്കവർ ചെയ്തിട്ടുണ്ട്. മോഡേൺ സിലബസിൽ നമ്മൾ സയൻസ് ഒക്കെ എടുത്ത് പഠിക്കുമ്പോഴത്തേക്ക് അവിടെ 119 എലമെൻറ്റിൻ്റെയും പേര് കറക്റ്റായിട്ട് ഡിറ്റർമൈൻ ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഈ ഒരു ടേബിൾ നോക്കുമ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്ടർ ഉണ്ട്. അതായത് ഇവിടം വരെയൊക്കെ പേര് ഓക്കെയാണ്, പക്ഷേ 115 ഒക്കെ വരുമ്പോഴത്തേക്ക് UUP അല്ലെങ്കിൽ UUT എന്നൊക്കെ പേര് കൊടുത്തേക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇത്തരത്തിൽ എങ്ങനെയാണ് UUT, UUP, UUS, UUO എന്നൊക്കെ പേര് കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണ് വന്നത് എന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ ഒരു ടേബിൾ ചിലപ്പോൾ 1 മാർക്കിന് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. നോമൻക്ലേച്ചർ ഓഫ് എലമെൻറ്റ്സ് വിത്ത് അറ്റോമിക് നമ്പർ ഗ്രേറ്റർ ദാൻ 100. അതിനെങ്ങനെയാണ് പേരിടുന്നത് എന്നതാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ടേബിളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം എന്താണ് 0 വരുവാണെങ്കിൽ നിൽ എന്ന് കൊടുക്കും, 1 അൺ,
2/3 try, 4 quad, 5 pent, 6 hex, 7 hept, 8 oct, 9 n. അപ്പം അങ്ങനെയാണ് അതിന് പേര് കൊടുക്കുക. അതായത് 101 എന്ന എലമെൻറ്റിൽ ആദ്യം കാണുന്ന ഡിജിറ്റ് 1 എന്ന് പറയുമ്പോൾ ഇവിടെ അണ്ണാണ്. രണ്ടാമത്തെ ഡിജിറ്റ് 0 ആണ്. അണ്ണിൽ എന്ന് പറയാം. അണ്ണിൽ പിന്നെ പിന്നെ 1 ആണ്. അപ്പം അണ്ണിൽ ഉഞ്ഞിയം, അണ്ണിൽ അന്യം. അപ്പോൾ ഓക്കെ, അങ്ങനെയൊക്കെ പറയാം. അണ്ണിൽ ഉഞ്ഞിയം എന്നൊക്കെ വായിക്കാം ഇതിന്. അതായത് ആദ്യത്തെ 2 ഡിജിറ്റിന് അതിൻ്റെ പേര് കൊടുത്തിട്ട് മൂന്നാമത്തെ ഡിജിറ്റിന് IUM എന്ന ഒരു പേര് കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇവിടെ എവിടെയെങ്ങാണോ അത് കൊടുത്തിട്ടുണ്ടായിരിക്കും, നോട്ടി കണ്ടുപിടിക്കട്ടെ. അപ്പോൾ അതാ ഇവിടെ ഒരു കാര്യം കിടക്കേണ്ട, IUM. 3rd നമ്പറിൽ നമ്മൾ IUM കൊടുക്കുക, ബാക്കി 2 ഡിജിറ്റിൻ്റെ പേര് അതേപോലെ എഴുതുക. അങ്ങനെയാണ് 100ൽ കൂടുതൽ വരുന്ന അറ്റോമിക് നമ്പർ എലമെൻറ്റിൻ്റെ പേര് നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. IUPAC നോമൻക്ലേച്ചർ എന്നൊക്കെ നമുക്ക് ഇനിയും വിശേഷിക്കാണ്ട് നൊട്ടേഷൻ ഫോർ IUPAC നോമൻക്ലേച്ചർ ഓഫ് എലമെൻറ്റ്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ 1 മാർക്കിന് ചോദിച്ചാൽ നിങ്ങൾ എഴുതാൻ മറക്കത്തില്ലല്ലോ. ഈ ഒരു ട്രെൻഡ് ഫോളോ ചെയ്തിട്ട് 100 മുതൽ 118 വരെയുള്ള എലമെൻറ്റിൻ്റെ പേര് വെറുതെ ഒരു പേപ്പർ എടുത്ത് എഴുതി നോക്കുക. അപ്പോൾ നമുക്ക് നന്നായിട്ട് മനസ്സിലാകുന്നതായിരിക്കും.